CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലും പ്രചരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. ഗുരുവായൂരിലെ LDF, UDF സ്ഥാനാർത്ഥികൾ ഈദ്ഗാഹ്, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന പള്ളികൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി. കുന്നംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11-ന് തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുക. ഇടതുമുന്നണിയുടെ നേതാക്കളും കൂടെയുണ്ടാകും. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ KK ബാബു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിറ്റാറ്റുകര മേഖലാ കൺവെൻഷൻ നടത്തി. വിഷൻ 2031 എന്ന പേരിൽ LDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുംപെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി മുഹസിനെയാണ് മരിച്ചത്. സംഭവത്തിൽ അക്യുപഞ്ചറിസ്റ്റായ ഭർത്താവ് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിനെതിരെ പരാതിയുമായി മുഹസിനയുടെ കുടുംബം രംഗത്തെത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ആഘോഷവും സംഘടനയുടെ പതാക ദിനവും ആഘോഷിച്ചു. കുന്നംകുളം ആർത്താറ്റ് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാളിന് സമാപനം. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ വളയെഴുന്നള്ളിപ്പുകൾ 12 കൂറ്റൻ വൈദ്യുത തേരുകളുടെ അകമ്പടിയോടെ വർണ്ണാഭമായി. സ്വച്ഛ് സർവേക്ഷൺ 2025ന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ കരിയില സംഭരണികൾ സ്ഥാപിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. വേലൂർ അർണോസ് പാതിരിയുടെ 294ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അർണോസ് വസതിയിൽ നടന്ന പുഷ്പാർച്ചന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പപ്പെട്ടി നെല്ലുവായിൽ സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. നെല്ലുവായ് മുണ്ടൻകോട് തോട്ടുങ്ങൽ വീട്ടിൽ 25 വയസ്സുള്ള സനൂപിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കുണ്ടന്നൂർ മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സതുൽ കൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാൾ മറ്റം മാർക്കറ്റ് റോഡിലുള്ള കപ്പേളയിൽ ആഘോഷിച്ചു. ചാലശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ലുശേഖരം സംഭരിക്കാൻ തദ്ദേശ ജനപ്രതിനിധികളുടെ ഇടപെടൽ കർഷകർക്ക് പ്രതീക്ഷയാകുന്നു. പഴഞ്ഞിമാർ ബസേലിയസ് സ്കൂളിൽ എമിനൻസ് ഗാല 2K26 സംഘടിപ്പിച്ചു. ചെമ്മനറ്റ ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. മീനം 5-ന് കൊടിയേറിയത് മുതൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും 8ാം വിളക്ക് ദിവസമായ മീനം 12-ന് ആറാട്ടോടെ സമാപിക്കും. CPIM പ്രവർത്തകനും എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ MN ജയപ്രകാശിന്റെ 36ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.